ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള മാല മേക്കിംഗ് ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോൾഡൻ സീഡ് ബീഡ്സ്, വൈറ്റ് പേൾസ് 3 mm, ഗോൾഡൻ മെറ്റൽ ബീഡ്സ് 3 mm, ജെം റിംഗ്സ്, എസ് ഷേപ്പ് ഹുക്ക്, 12 mm നീഡിൽ, ട്രാൻസ്പെറൻറ്റ് നൈലോൺ ത്രെഡ്, കട്ടിംഗ് പ്ലെയറും റൗണ്ട് നോസ് പ്ലെയറും. അപ്പോൾ ആദ്യമേ നമ്മൾ നീഡിൽ ത്രെഡിൽ കോർത്തെടുക്കുകയാണ്. കുറച്ച് നീളത്തിൽ തന്നെ ത്രെഡ് എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ 4 സീഡ് ബീഡ്സ് ആണ് കോർത്തെടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം ഈ 4 സീഡ് ബീഡ്സ് കൂട്ടി ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇനി ആ കെട്ടിട്ട് നിർത്തിയിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡ്സിലേക്ക് ഞാനൊന്ന് കോർത്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ സീഡ് ബീഡ്സ് ഒന്നിടവിട്ട് കോർത്ത് പോരുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു സെക്ഷൻ കിട്ടും. ഇതേ ഷേപ്പിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് കോർക്കാം. അപ്പോൾ അതിനായിട്ട് 4 സീഡ് ബീഡ്സ് വീണ്ടും എടുക്കുന്നു. അത് നമ്മൾ ആ കോർത്ത് നിർത്തിയിട്ടുള്ള സീഡ് ബീഡിലോട്ട് തന്നെ തിരിച്ച് കോർത്തെടുക്കുന്നു. ഇതേപോലെ ചെയ്തെടുക്കുന്നു. ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിടവിട്ട് ബീഡ്സിനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കോർത്ത് വരുമ്പോൾ അതൊരു സ്ക്വയർ ഷേപ്പിൽ നിൽക്കണം. ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ബീഡ്സും കോർത്തെടുക്കേണ്ട വിധം ശ്രദ്ധാപൂർവം വീഡിയോയിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആക്കി. ഒരല്പം കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ട് ഈ ഒരു സെക്ഷനാണ്. അതൊന്ന് ശ്രദ്ധയോടെ ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. മൂന്നാമത് ഒരു വട്ടം കൂടെ കാണിക്കാം. വളരെ ക്ഷമാപൂർവവും സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് ഇതേപോലെയുള്ള ബീഡ്സ് വർക്കുകൾ.
അപ്പോൾ അതിൻ്റേതായ സമയമെടുത്ത് സാവധാനം ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെയുള്ള ത്രെഡ് വർക്കുകൾ ചെയ്യുമ്പോൾ ത്രെഡിനെ ഒരുപാട് വലിച്ചു മുറുക്കി നമ്മൾ ബീഡ്സ് കോർത്ത് പോകരുത്. അങ്ങനെ കിടക്കുമ്പോൾ മാല ഫ്ലോ ചെയ്ത് കിടക്കില്ല. അതേപോലെ തന്നെ ഒരുപാട് അയഞ്ഞ രീതിയിലും ചെയ്യരുത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മാല ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന മാലയാണ്. പ്രത്യേകിച്ച് പട്ട് പാവാട, സെറ്റ് സാരിയുടെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് പേൾസും ഗോൾഡൻ ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബീഡ്സിനെ തിരഞ്ഞെടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പോർഷൻ കംപ്ലീറ്റ് ആയി മനസ്സിലായവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ബിഗിനേഴ്സിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇത് 4ാമത്തെ സെക്ഷനാണ് ചെയ്യുന്നത്. ഈ വർക്ക് വേഗം ഓടിപ്പിടിച്ചത് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നല്ല ക്ഷമാപൂർവ്വവും സമാധാനത്തോടും കൂടി ചെയ്തെടുക്കണം. കാരണം ഇത് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ തിരിച്ച് അഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ മാല ഭംഗിയായിട്ട് ഇരിക്കത്തില്ല. അങ്ങനെ പല പല ഇഷ്യൂസ് വരും. 3 ദിവസം കൊണ്ടാണ് ഞാൻ ഈ മാല ഫുൾ കംപ്ലീറ്റ് ആക്കിയത്. ഈ വീഡിയോ എടുക്കുന്നതിലേക്കായിട്ട് മറ്റു പല ജോലി തിരക്കുകൾക്കും ശേഷമാണ് സമയം കണ്ടെത്തിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് മടുപ്പ് തോന്നുവാണെങ്കിൽ അവിടെ നിർത്തുക. അതിനുശേഷം എപ്പോഴാണോ നമുക്കത് വീണ്ടും ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ മാത്രം ഒന്ന് ചെയ്യുക. എനിക്ക് ഇതേപോലെയുള്ള ജ്വല്ലറി മേക്കിംഗ്, അതുപോലെ ക്രാഫ്റ്റിങ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കോഴ്സ് എടുത്തിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഞാൻ തയ്യൽ, ഹാൻഡ് വർക്കുകൾ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലുള്ള സ്ട്രെസ്സിനെ കുറയ്ക്കാനും കുറച്ച് മനസ്സിലൊക്കെ ഒരു സന്തോഷമൊക്കെ കിട്ടാനൊക്കെ ഉപകരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പാട്ട് കേൾക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 4 സെക്ഷൻ. ഇനി ഇതേപോലെ തന്നെ തുടർന്ന് മാലയ്ക്ക് എത്രത്തോളം ഇറക്കമാണോ വേണ്ടത് അത്രയും നീളത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടം വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ ത്രെഡ് വന്ന് നിൽക്കുന്ന ബീഡ്സ് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് സീഡ് ബീഡിലൂടെയാണ് ആ ത്രെഡ് നിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി അതിന് തൊട്ടടുത്തുള്ള 2 സീഡ് ബീഡ്സിനുള്ളിലൂടെ നീഡിൽ ഉപയോഗിച്ച് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അടുത്തൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ പേൾ ബീഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, 3mm. ആ പേൾ ബീഡ് നീഡിൽ കോർത്തെടുത്തിട്ട് തൊട്ടടുത്ത സെക്ഷൻ്റെ എഡ്ജിലുള്ള സീഡ് ബീഡിലൂടെ കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഡ് ഇതേപോലെ നിൽക്കും 2 സെക്ഷൻ്റെ മധ്യഭാഗത്തായിട്ട്. ഇതേപോലെ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഞാൻ ഇത്രയും ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ആ ഓരോ പേൾ ബീഡ്സിൻ്റെ
ഉള്ളിലൂടെ മറുവശത്തേക്ക് തന്നെ ഒന്നും കൂടെ കോർത്തെടുക്കണം. അതിനായി നമ്മളിപ്പോൾ ലാസ്റ്റ് ആ ത്രെഡ് കൊണ്ട് നിർത്തിയിരിക്കുന്ന ബീഡ് ഏതാണെന്ന് ശ്രദ്ധിക്കുക. ദാ ഇവിടെ കാണുന്ന ഈ ഒരു സീ ബീഡിനുള്ളിലൂടെയാണ് ഇപ്പോൾ ത്രെഡ് വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്നത് ദാ ഇവിടെ. ഇനി നീഡിൽ ഉപയോഗിച്ച് തിരിച്ച് വൈറ്റ് പേഴ്സിനുള്ളിലൂടെ വേണം നമ്മൾ ത്രെഡ് കോർത്തെടുക്കാൻ. ദാ ഇതേപോലെ. അങ്ങനെ ഈ മുഴുവൻ വൈറ്റ് ബീഡ്സിലൂടെയും നമ്മൾ ത്രെഡ് കോർത്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ വശങ്ങളിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ആ വൈറ്റ് ബീഡ്സൊക്കെ ഒന്നും കൂടെ ഒന്ന് ജോയിൻ്റായി നിന്നുകൊള്ളും. അപ്പോൾ ഇതേപോലെ മുഴുവൻ കോർത്തെടുക്കുക. ഇതാ ഇപ്പം ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മുഴുവൻ വൈറ്റ് പേഴ്സിനുള്ളിലൂടെ ത്രെഡിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മറുവശത്ത് മെറ്റൽ ബോൾസ് കോർത്തെടുക്കണം. ലാസ്റ്റ് വൈറ്റ് ബീഡ്സിനുള്ളിലൂടെയാണ് നമ്മൾ ത്രെഡ് കോർത്ത് നിർത്തിയിരുന്നത്. അതിന് തൊട്ടടുത്തുള്ള 3 സീഡ് ബീഡ്സിനുള്ളിലൂടെ ത്രെഡിനെ കോർത്ത് മറുവശത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാ ഇനി തൊട്ട് മുന്നിലുള്ള ആ 2 സീഡ് ബീഡിനുള്ളിലൂടെ കൂടെ ത്രെഡിനെ എടുക്കുന്നു. ഇനി ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ഗോൾഡൻ മെറ്റൽ ബോൾസ് ആണ് കോർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എഡ്ജിലുള്ള ഓരോ സീഡ് ബീഡിനുള്ളിലൂടെ ഇത് ഒന്നിടവിട്ട് കോർത്ത് എടുക്കുന്നു. ഇതേപോലെ ഈ സെക്ഷൻ മുഴുവൻ കോർത്തെടുക്കുക. ഇതാ ഈ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തിരിച്ച് ഒന്നുകൂടെ ഓരോ മെറ്റൽ ബോർഡ്സിൻ്റെ ഉള്ളിലൂടെയും ആ ത്രെഡിനെ തിരിച്ച് മറുവശത്തേക്ക് കോർത്ത് കൊണ്ടുവരണം. അതിനായി ത്രെഡ് വന്ന് നിൽക്കുന്ന സീഡ് ബീഡിൻ്റെ തൊട്ട് താഴെയുള്ള സീഡ് ബീഡിനുള്ളിലേക്ക് തിരിച്ച് കോർത്തെടുക്കുന്നു. അതായത് മെറ്റൽ ബോൾസിനോട് ചേർന്നുള്ള സീഡ് ബീഡിലേക്ക്. അതിനുശേഷം മെറ്റൽ ബോൾസിനുള്ളിലൂടെ ത്രെഡിനെ കോർത്ത് കൊണ്ടുപോകുന്നു. ഇതേപോലെ മുഴുവൻ മെറ്റൽ ബീഡ്സിനുള്ളിലൂടെയും ത്രെഡിനെ കോർത്ത് കൊണ്ടുപോകുന്നു. ഇതേപോലെ മുഴുവൻ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നു. ഇപ്പോൾ ഇതാ ഞാനിത് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ
ഇത്രയും ലെങ്ത്തിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ കെട്ടിട്ട് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യുന്ന വിധമാണ് ഇനി കാണിക്കുന്നത്. മൂന്നിടങ്ങളിലായിട്ട് ഞാൻ കെട്ടിട്ടിട്ടുണ്ട്. അതിനുശേഷം തൊട്ടടുത്തുള്ള അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള സീഡ് ബീഡ്സിനിടയിലൂടെ ത്രെഡിനെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതാ ഇതിപ്പം മാല കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കിലോട്ട് ഒരു ഹുക്കും കൂടെ നമുക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ 2 ജംപ് റിങ് ഇരുവശത്തേക്കും കണക്ട് ചെയ്തിട്ട് ഒരു എസ് ഹുക്കാണ് കൊടുക്കുന്നത്. ഇതാ ഇവിടെ ഇപ്പോൾ മാല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കാം.